ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നിവിടെ നല്ല ആരല് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെണ്ണീറിലിട്ട് കല്ലിൽ ഉരച്ച് കഴുകി നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഇനി അതിലേക്കുള്ള മസാല കൂട്ടാനായിട്ട് ഞാൻ അരകല്ലുമ്മയാണ് കേട്ടോ അത് അരയ്ക്കാൻ പോണത്. അപ്പോൾ ആദ്യം അരകല്ല് നമുക്കൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ചുവന്നുള്ളി വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി വെച്ച് അതും കൂടി ഒന്ന് നന്നായി ചതച്ചെടുക്കാം. പിന്നെ ഇതാ ഞാൻ 2 വലിയ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളകും പാകത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചെറിയൊരു വാളൻപുളിയും കൂടി വെച്ച് അരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ പുഴമീനൊക്കെ ഈ പുളി ചേർത്തിട്ട് അരച്ചിട്ടുണ്ടാകുന്ന ആ ഒരു മസാല നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ അതേത് കല്ലുമെന്ന് വാരി എടുക്കുകയാണ്, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് മീനിലേക്ക് ഇട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഞാനിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇത് ഈ മസാലയൊക്കെ നല്ലതുപോലെ ഇതിൽ പിടിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ പുളിയൊക്കെ ചേർത്ത് മസാല തയ്യാറാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് തന്നെ അറിയിക്കണേ. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ മസാല പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ 2 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി വെക്കാം. എന്നിട്ട് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ മീനൊക്കെ ഇവിടെ മൊരിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് അടിപൊളി രുചിയിൽ നല്ല നാടൻ ആരൽ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി കഴിക്കാം.